എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുൻകാല പ്രവാചകന്മാരെ, വേദങ്ങളെ ഇതിനൊന്നും നിരാകരിക്കല്ല, എല്ലാത്തിനെയും ചേർത്ത് വയ്ക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് അംഗീകരിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം അംഗീകരിച്ച പോരാ. യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവൻ ശരിക്ക് പുറത്താകുന്നത് ഇസ്ലാമിൽ നിന്നാണ്. പ്രവാചകൻ എന്ന നിലയ്ക്ക് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈസാ നബി. അതുപോലെ ബൈബിളിൽ പറയുന്ന അബ്രഹാം പ്രവാചകനെ ഒരാൾ തള്ളിപ്പറഞ്ഞാൽ പുറത്തു പോകുന്നത് ഇസ്ലാമിൽ നിന്നാണ്. ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിർബന്ധമുണ്ട്, ഒരാൾക്ക് അങ്ങനെ തള്ളി പറയാൻ എന്തില്ല. ഈ അർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരെയും എന്ത് ചെയ്യേണ്ടതുണ്ട്? എല്ലാ വേദങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു വിശ്വാസം അംഗീകരിക്കണം. കാരണം ഇത് മുഹമ്മദ് നബി അറേബ്യയിൽ കൊണ്ടുവന്ന ഒന്നല്ല. അതിന് പകരം ആദ്യ മനുഷ്യൻ ആദം നബി മുതൽ അവിടെ നിന്നും കൊണ്ടുള്ള വ്യത്യസ്ത 1,00,000-ലധികം പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടതിന്റെ തുടർച്ചയും അതിന്റെ പൂർണ്ണതയുമാണ് യഥാർത്ഥത്തിൽ എന്ത്. ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടുത്തെ ഏത് സമൂഹങ്ങളുടെ ഈ വിശ്വാസപരവും പ്രമാണപരവും ഒക്കെ ആയിട്ടുള്ള അടിത്തറകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് അതിനെ സ്ട്രൈക്ക് ചെയ്യുന്നത് എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി മുഹമ്മദ് സാഹിബിന്റെ തന്നെ ഈ ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകളുടെ ചെറിയൊരു ഭാഗമാണ് ഒരു ജാതി ഒരു ദൈവം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഇത് വായിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സാർവലൗകികതയെ എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാർ ഇവിടെയും വന്നിട്ടുണ്ടെന്ന് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അതിനെന്തുണ്ട്. കാരണം അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഉണ്ടല്ലോ, പ്രവാചകൻ മുന്നോട്ട് വെച്ച അടിസ്ഥാന ആശയങ്ങൾ, അതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ പ്രവാചകന്മാരുടെയും പേര് പറയാൻ ഒരു ഗ്രന്ഥം മതിയാവില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു പരിമിതി അതിനുണ്ട്, സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ലക്ഷണങ്ങളും സാധ്യതകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് നമ്മളിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് ഈ പ്രവാചകന്മാർ വരുന്നത് മനുഷ്യ സമൂഹത്തിൽ അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മത്തെ സ്ഥാപിക്കാനാണല്ലോ. ഈ ഒരു കാഴ്ചപ്പാട് ഇവിടെയും ഉണ്ട്. പക്ഷെ ആ കാഴ്ചപ്പാട് ദൈവാവതാര സങ്കല്പ സ്വഭാവത്തിലേക്കാണ്. പക്ഷേ അധർമ്മത്തിനെതിരിൽ ധർമ്മത്തിന് വേണ്ടിയുള്ള ഒരു ദൈവിക നടപടിക്രമം എന്ന ആശയം ഇവിടെയുണ്ട്. ഇത് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ വന്ന പ്രവാചകന്മാരിൽപ്പെട്ടവരായിരിക്കാം ഒരുപക്ഷെ ശ്രീരാമനെ പോലുള്ള, ശ്രീകൃഷ്ണനെ പോലുള്ള. കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും അതിന്റെ സാധ്യതയെ തള്ളിക്കളയാൻ കഴിയും. അതിൽ ഇപ്പൊ ശ്രീബുദ്ധനൊക്കെ വളരെ കുറച്ചുകൂടി എന്താണ്, കാരണം ബുദ്ധന്റെ ചരിത്രം തന്നെ അത്ഭുതകരമാണ്. കാരണം ബുദ്ധൻ ശരിക്ക് ഒരു രാജകുമാരനായിരുന്നല്ലോ, സിദ്ധാർത്ഥ രാജകുമാരൻ. അദ്ദേഹം പിന്നെയാണ് വിവാഹത്തിന് ശേഷം ആണ് ഭാര്യ യശോധരയുമായിട്ടൊരു ടൂർ പോകുന്നതും. അപ്പോഴാണ് ഈ ജനങ്ങളുടെ പ്രയാസങ്ങളൊക്കെ അറിയുന്നത്. അതുവരെ കൊട്ടാര ജീവിതം ആയതുകൊണ്ട് ഇതൊന്നും അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ജനങ്ങളുടെ കഷ്ടപ്പാടും പ്രയാസവും അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു ദിവസം ഭാര്യ യശോധര കടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിൽ എഴുന്നേറ്റ് വനാന്തരങ്ങളിലേക്ക് പോകുന്നത്. ഇതിന്റെ ജീവിതത്തിന് അർത്ഥം തേടിയുള്ള ഒരു പോക്കാണ്. അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഒരു സലാല വൃക്ഷ ചുവട്ടിൽ ധ്യാന നിമഗ്നായിരിക്കുന്ന സമയത്ത് വെളിപാട് ലഭിക്കുന്നത്. അതോടുകൂടിയാണ് സിദ്ധാർത്ഥൻ ചരിത്രത്തിൽ എന്തായി മാറുന്നത്? ബുദ്ധനായി മാറുന്നത്. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബോധോദയം ഉണ്ടായി, വെളിപാട് ലഭിച്ചവനാണല്ലോ. ഇത് തന്നെയാണ് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിലും അങ്ങനെ തന്നെ കാണാൻ പറ്റും. പ്രവാചകന്റെ ചരിത്രത്തിലും ജനങ്ങളുടെ പ്രയാസം കണ്ട് ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയവും അവിടെ നിന്നാണ് പിന്നെ ഈ ദിവ്യ വെളിപാട് ലഭിക്കുന്നതും പ്രവാചകനാവുന്നതും. ഈ മുഹമ്മദ് നബി പറഞ്ഞത് എന്താണ്? ഞാൻ പ്രവാചകന്മാരിൽ അവസാനത്തെ, ഒരുപാട് പ്രവാചകന്മാർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ബുദ്ധനും പറഞ്ഞത് എന്താണ്? ബുദ്ധനോട് അനന്തൻ എന്ന ശിഷ്യൻ ഒരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്, ഗുരു താങ്കൾക്ക് ശേഷം ലോകത്തെ നേർമാർഗത്തിൽ നയിക്കാൻ ആരാണ് ഉണ്ടാവും? ആ സന്ദർഭത്തിൽ ബുദ്ധൻ പറയുന്ന മറുപടി, ഞാൻ ആദ്യത്തെ ബുദ്ധനോ അവസാനത്തെ ബുദ്ധനോ അല്ല, എനിക്ക് മുമ്പ് ഒരുപാട് ബുദ്ധന്മാരുണ്ടായിട്ടുണ്ട്, എനിക്ക് ശേഷം മിത്തേയ ബുദ്ധൻ എന്ന ബുദ്ധൻ കടന്നു വരും. അതിന്റെ അർത്ഥം ബുദ്ധൻ എന്നൊരു വ്യക്തിയുടെ പേരല്ല, ഒരു ദൗത്യം നിർവഹിക്കുന്ന ഒരു പദവിയുടെ പേരാണ്. ഇത് നബി ഒരു വ്യക്തിയുടെ പേരല്ല, ദൗത്യം നിർവഹിക്കുന്ന ഒരു പദവിയുടെ പേരാണ്. അപ്പൊ അർത്ഥത്തിൽ ബുദ്ധനും മാത്രമല്ല ബുദ്ധന്റെ അഷ്ടാംഗ മാർഗങ്ങളൊക്കെ നോക്കിയാല് അതൊക്കെ പ്രവാചകാധ്യാപനങ്ങളോട് തന്നെ ചേർന്ന് നിൽക്കുന്ന സ്വഭാവത്തിൽ. അപ്പൊ അങ്ങനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എന്തുണ്ട്? ഇവരൊക്കെ പ്രവാചകന്മാരാവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. അതേസമയത്ത് ഖുർആൻ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, മാറ്റിവരച്ച് നോക്കിയാൽ കാണാൻ കഴിയുക, ഈ എല്ലായിടത്തും എന്തുണ്ട്? ശരികളുണ്ട്. ഭാഗികമാണതെല്ലാം. അങ്ങനെയുണ്ടല്ലോ, ഭാഗികമാണ് ശരികളെല്ലാം. ആ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാം അഡ്രസ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. എല്ലാ ശരികളും യഥാർത്ഥത്തിൽ എന്താണ്? ശരിയാണ്. എല്ലാ ശരികളും ശരിയാണ്. ഇങ്ങനെയാണ്. ആ ശരിയെ തള്ളിക്കളയല്ല ചെയ്യുക, ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ അത് ആരിലൂടെ എന്നതുപോലെ യഥാർത്ഥത്തിൽ എന്തല്ല. അപ്പൊ സാധാരണഗതിയിൽ പ്രവാചകന്മാരിലൂടെ ലഭിച്ച സത്യങ്ങൾ എന്ന അർത്ഥത്തിലാണല്ലോ വേദങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പൊ ഖുർആനിൽ ലുക്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ലുക്മാൻ ശരിക്ക് പ്രവാചകനല്ല, ഒരു തത്വചിന്തകനാണ്. അപ്പോ ഒരു തത്വചിന്തകനായ ലുക്മാന്റെ മകനുള്ള ഉപദേശങ്ങൾ, സാരോപദേശങ്ങൾ ഒരു വേദഗ്രന്ഥത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ നന്മകളെയും സത്യം ആര് പറഞ്ഞാലും യഥാർത്ഥത്തിൽ അതെന്താണ്? ശരി ആര് പറഞ്ഞാലും അതെന്താണ്? അത് ഇസ്ലാമാണ്, ദൈവികമാണ്. ഈ നിലപാടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.